മരണം വരെ സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരുടെ പ്രത്യേകതകൾ ഇതാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത എല്ലാം അവർ സഹിക്കുന്നു, പൊറുക്കുന്നു എന്നുള്ളതാണ്. മറ്റേ ആ വ്യക്തി സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് വിഷമം തട്ടിയാൽ വരെ അവർ സഹിക്കുന്നു, പൊറുക്കുന്നു, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. 2. പല കാര്യങ്ങളും അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു. മരണം വരെ സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരുടെ വേറൊരു പ്രത്യേകത പല കാര്യങ്ങളും അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു. സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന പല കാര്യങ്ങളും അത് ദുഃഖത്തിൻ്റെ അനുഭവങ്ങളാകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ഇവർക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി വിചാരിച്ചാൽ മാത്രമേ ഒരു സ്നേഹബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ പോകത്തുള്ളൂ. അല്ലെങ്കിൽ രണ്ട് വ്യക്തികളും ക്ഷമയില്ല, സഹനമില്ല, ഒന്നുമില്ലാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ ആ ബന്ധം പെട്ടെന്ന് തകർന്നു പോകും. ഇങ്ങനെ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്നേഹബന്ധം മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. 3. നല്ല രീതിയിൽ സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവർ ആരെയും കുറ്റപ്പെടുത്താറില്ല. എങ്ങനെയാണ് സ്നേഹബന്ധങ്ങൾ തകരുന്നത്? ഒരു വ്യക്തി മറ്റേ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നു, ആ വ്യക്തി തിരിച്ചും കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ആ ബന്ധം പെട്ടെന്ന് തകരും. ആരെയും കുറ്റപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് പുറമേയുള്ള ബന്ധമാണെങ്കിലും ഏത് ബന്ധമാണെങ്കിലും. അപ്പോൾ ഒരു ബന്ധത്തിൽ ഒരു വ്യക്തിയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. 4. നല്ല രീതിയിൽ സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരുടെ ഒരു പ്രത്യേകത പണപരമായി കുറഞ്ഞ നിലവാരത്തിൽ നിൽക്കുന്നവർ ആയിരിക്കും മിക്കവാറും അങ്ങനെയുള്ള ആളുകൾ. ഇങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നറിയാമോ? ഇവരിൽ നിന്ന് പണപരമായി ഒന്നും കിട്ടാൻ ഇല്ലാതെ വരുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. മറ്റേ സ്നേഹിക്കുന്ന ആ വ്യക്തി ഈ വ്യക്തിയിൽ നിന്നും, ഈ വ്യക്തി പണമുള്ള ആളാണെങ്കിൽ പണപരമായി മുതലെടുക്കാൻ നോക്കും. അപ്പോൾ ഈ വ്യക്തി കൊടുത്തില്ലെങ്കിൽ, പണപരമായി മുതലെടുക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചില്ലെങ്കിൽ ആ ബന്ധം തകരും, ആ വ്യക്തി പോകും. ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ പണപരമായി ഉയരാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ നോർമൽ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സ്നേഹിച്ച ഒരു വ്യക്തി വരികയാണെങ്കിൽ ആ ബന്ധം നിലനിൽക്കും. കാരണം അത് പണത്തിന് വേണ്ടിയുള്ള ഒരു സ്നേഹബന്ധമല്ല, കുറച്ചൊക്കെ അതിൽ യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. പിന്നെ ഈ വ്യക്തിയിൽ നിന്ന് പണപരമായി ഒരു ലാഭവും ഇല്ല എന്ന് ആ വ്യക്തിക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തകർച്ചയില്ല. ഇതാണ് ഇതിന് അടിസ്ഥാനമായിരിക്കുന്ന ഒരു ഘടകം. പിന്നെ മറ്റൊരു കാര്യം, പണപരമായി ഒന്നും ഇല്ലാത്തവർക്ക് പണം മറ്റാർക്കും കൊടുക്കേണ്ട ആവശ്യം വരികയില്ല. അതുകൊണ്ട് ഇവർക്ക് ശത്രുക്കളും ഉണ്ടാകത്തില്ല. സ്നേഹിച്ചാരും ഇവരെ പറ്റിക്കുകയും ഇല്ല. ആ രീതിയിൽ ശത്രുക്കൾ ഉണ്ടാകത്തുമില്ല. ഇതാണ് ഇതിന് വേറെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു ഘടകം. 5. എല്ലാവരെയും ഡീൽ ചെയ്യാനുള്ള കഴിവ് ചിലർക്കുണ്ടായിരിക്കും. ഇങ്ങനെയുള്ളവരുടെ സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ല രീതിയിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഡീൽ ചെയ്യാൻ സാധിച്ചാൽ ആ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ മറ്റേ വ്യക്തിക്ക് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ തന്നെ ഈ വ്യക്തി അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല ഡീലിങ്ങും സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയെത്തിയിരുന്നൊരു ഘടകമാണ്. 6. നല്ല രീതിയിൽ സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരുടെ ഒരു പ്രത്യേകത ഒന്നിലും പതറാത്ത ഒരു മനസ്സ് അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ സ്നേഹിക്കുന്ന വ്യക്തി എന്തെങ്കിലും ഇങ്ങോട്ട് പറയുമ്പോൾ പതറില്ല, മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ പതറില്ല. അങ്ങനെ ഒന്നിലും പതറാതെ മുന്നോട്ട് പോകാൻ കഴിവുള്ള വ്യക്തികൾ അവരുടെ സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. കുറേയൊക്കെ അത് വിജയിക്കുകയും ചെയ്യും. ഇത് മനസ്സിലാക്കിയിരിക്കുക. 7. നല്ല രീതിയിൽ സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികൾക്ക് ദുഃഖങ്ങൾ ഏൽക്കാറില്ല. അവർ ആ വഴിക്ക് ചിന്തിക്കാറില്ല. ദുഃഖവും സന്തോഷവും എല്ലാം ഒരേ ലെവലിൽ എടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരെ ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും അവർ അത് പോസിറ്റീവായി എടുക്കുന്നു. ദുഃഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാ അവസ്ഥകളും ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ്. ഇങ്ങനെയുള്ളവരുടെ സ്നേഹബന്ധങ്ങൾ വിജയിക്കും. അല്ലെങ്കിൽ കുറേ നാളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു പ്രശ്നവും സംഭവിക്കത്തില്ല. അത് ഡീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് അവർ. അല്ലെങ്കിൽ അവരുടെ ഹൃദയം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് നല്ല രീതിയിൽ സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരുടെ പ്രത്യേകത. എന്നാൽ ഇവരുടെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇവർ പിണങ്ങിയാൽ പിന്നെ മരണം വരെ ആ വ്യക്തിയോട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. സ്നേഹിച്ചാൽ നല്ലപോലെ അങ്ങോട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും, എല്ലാം ക്ഷമിക്കും, എല്ലാം സഹിക്കും, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു ബന്ധത്തിൽ അവർ ചെന്നുപെട്ട് കഴിഞ്ഞാൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു അവസ്ഥ, ഒരു ചിന്ത അവർക്കുണ്ടായിരിക്കും. അവരായിട്ട് ആ ബന്ധം തകർത്ത് കളയത്തില്ല. പക്ഷെ അവർ പിണങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ മറ്റേ ആ വ്യക്തിയുമായി അടുക്കുകയുമില്ല, ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കത്തുമില്ല. ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളവരുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ് മനസ്സാക്കി മുന്നോട്ട് പോവുക. അതാണ് നിങ്ങളുടെ വിജയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.